ഓക്കെ, പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കോൺസെപ്റ്റ് 3 ആണ്. ഇത് ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ 2 കോൺസെപ്റ്റും ഞാൻ നല്ല അക്യുറേറ്റ് ആയിട്ടും കുറച്ചുകൂടിയും പക്കായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ഫസ്റ്റത്തെ പാർട്ടിൽ ഞാൻ പഠനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ചാറ്റ് ജി പി ടിയോട് ചോദിക്കാൻ. ഞാൻ പറയാം, ചാറ്റ് ജി പി ടി എന്നോട് റെഫർ ചെയ്യുന്നത് വെച്ചാൽ മനുഷ്യന് ലിമിറ്റ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റൂ ഇല്ല, പക്ഷേ ചാറ്റ് ജി പി ടിക്ക് പറ്റും. കാരണം എന്താ? ബിക്കോസ് ഓഫ് ഡാറ്റ. പക്ഷേ ചാറ്റ് ജി പി ടിക്ക് അനുഭവങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങളും പ്ലസ് ചാറ്റ് ജി പി ടിയുടെ ഡാറ്റയും മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഡാറ്റയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് ദറ്റ്സ് അക്യുറേറ്റ്. ഓക്കെ, അക്യുറേറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു പാർട്ട് 1. പിന്നെ പാർട്ട് 2 എന്ന് പറയുമ്പോൾ സെൽഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. അതും വർക്കബിൾ ആണ്. ഇനി മൂന്നാമത് ഏതാണ്? പാർട്ട് 3. പാർട്ട് 3 എന്ന ഈ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ പാർട്ട് 1 ആദ്യം തന്നെ ഞാൻ എന്തിനാണ് മെഡിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇത് മെഡിക്കൽ ഒരു ഹെൽപ്പല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു മെഡിക്കൽ ഹെൽപ്പല്ല, അല്ലെങ്കിൽ ഒരിക്കലും അല്ല ഒരു സൈക്കോളജിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രിക്കാണ്, ഒരു സ്ട്രാറ്റജി, അല്ല അങ്ങനെ ഒരു ജസ്റ്റ് ഒരു പൊടി കൈ എന്നുള്ള രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അത് ഞാൻ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്താണ്. ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പ്രശ്നം എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് മെറ്റാകോഗ്നിഷൻ എ ഗുഡ് സ്കിൽ ആൻഡ് ഓൾസോ നന്നായിട്ട് പഠിക്കുന്നത്, അത് എഫക്റ്റീവായി പഠിക്കുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അതൊന്നും പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടിയും ഹാർഡറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പോൾ ഇത് ഞാനൊരു ലൈഫിൽ ഇതിൻ്റെ ഒരു ഹാബിറ്റാണ്. ഇപ്പോൾ ഞാനത് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് ഒരുപാട് സൈഡ് എഫക്റ്റും ഉണ്ട്. പ്രത്യേകത ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യമാണ് ബേൺ ഔട്ട്, എംപ്റ്റിനെസ്, അതുപോലെ തന്നെ ബേൺ ഔട്ട്, എംപ്റ്റിനെസ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഫാറ്റിഗ്. ഇതൊക്കെ ഓരോ മനുഷ്യന് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഇൻറ്റൻസ് ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ബേൺ ഔട്ട് അടിക്കും, അതുപോലെ തന്നെ എംപ്റ്റിനെസ് അടിക്കും, മെൻ്റൽ ഫാറ്റിഗ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു കാര്യങ്ങൾ ഇൽനെസ് മനുഷ്യനുണ്ടാവും. ഇത് കണ്ടീഷണൽ ഇൽനെസ്. അത് നമുക്ക് ലോങ് ടൈം ആയിട്ട് ഉണ്ടാകുന്ന ഇൽനെസ് അല്ലത്. ഇതൊരു ടൈം ഓഫ് അത് നമുക്ക് ഇറ്റ്സ് ലൈക്ക് ഒരു കണ്ടീഷനാണ്. ചില സമയത്ത് ഉണ്ടാവും, പിന്നെ കുറച്ചൊക്കെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്നും കൂടി ഞാൻ പറയാം, ഇറ്റ്സ് ലൈക്ക് നോട്ട് എ ഒരു മെഡിക്കൽ അഡ്വൈസ് അല്ല അത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും മെഡിക്കൽ അഡ്വൈസ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്നുള്ളത്. ഒരു പൊടിക്കായി പോലെയാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേൺ ഔട്ട് അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബേൺ ഔട്ട് അല്ലെങ്കിൽ എംപ്റ്റിനെസ്, ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് നിങ്ങൾക്ക് ലൈക്ക് നമുക്ക് പ്രോപ്പർലി അതിനെ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മോട്ടിവേഷനും ഇല്ല, ഒരു പ്രതീക്ഷയില്ല, ഇന്നിരിക്കുന്ന സിറ്റുവേഷനില്ല. അതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ 3 കാര്യങ്ങൾ, ബേൺ ഔട്ട്, എംപ്റ്റിനെസ്, അതിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരൊറ്റ മീനിങ്ങിൽ നിൽക്കാം. ആ ഒറ്റ മീനിങ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ മുന്നോട്ട് പോയൊരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അത് ചിലപ്പോൾ എംപ്റ്റിനെസ് ആവാം, അല്ലെങ്കിൽ ഒരു ബേൺ ഔട്ട് അടിച്ച പോലെ ആവാം, എന്തും ആവാം. ബട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു മീനിങ് വെച്ചാണ് ഞാൻ ആ 3 കാര്യങ്ങൾ. കാരണം എനിക്ക് സയൻറ്റിഫിക്കലായിട്ട് ആ 3 എടുത്തിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബേൺ ഔട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഫാറ്റിഗ്, അല്ലെങ്കിൽ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഒറ്റ മീനിങ് ആയിട്ട് എടുക്കാൻ പറയുകയാണെങ്കിൽ ഒറ്റ മീനിങ് എന്ന് പറയുന്നത് ലൈഫിൽ ഒന്നും ഞങ്ങളുടെ മോട്ടിവേഷൻ ഇല്ല, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സോ ഈ ടൈമിൽ ഒരു കാര്യം ചെയ്യാം. ദിസ് ഈസ് ഡാൻസ് സ്ട്രീമിങ് മൂവ്മെൻറ്റ് ഹാബിറ്റ്. ഞാനതിൽ അങ്ങനെ പറയുന്നത് ഡാൻസ് സ്ട്രീമിങ് മൂവ്മെൻറ്റ് ഹാബിറ്റ്. എന്താണ് ഡാൻസ് സ്ട്രീമിങ് മൂവ്മെൻറ്റ് ഹാബിറ്റ്? അതാണ് അതിന് പറയുക, ഡാൻസ് സ്ട്രീമിങ് മൂവ്മെൻറ്റ് ഹാബിറ്റ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സോങ്സ് നിങ്ങൾക്ക് വേണം, മ്യൂസിക്സ് വേണം. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു സോങ്ങാണ് ജേഴ്സി. എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്ങാണ് ജേഴ്സി എന്ന് പറയുന്നത്. പിന്നെ ജോണി എസ്പെപ്പത്തെ ഒരു പാട്ടുണ്ട്, ഒരു തളരരുതേ എന്ന് പറയട്ടെ, അത് പാട്ടിനത് കിട്ടുന്നില്ല എനിക്ക്. ആ ഒരു ജോണി എസ്പെപ്പയിലുള്ളൊരു പാട്ടുണ്ട്, നെഞ്ചിനാഴമേ, അങ്ങനത്തെ ഒരു നെഞ്ചിൻ ഓളമേ അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടാണ്. സോ അത് സെക്കൻഡ്. പിന്നെ തേർഡ് എന്ന് പറയുന്ന സമയത്ത് ജോളാണ്, ഇഷ്ക് വരും അതിൽ. പിന്നെ ലാന ഡേരെ ഒരു പാട്ടില്ലേ, സിനമോൺ, കൃത്യമായിട്ട് പേരൊന്നും കിട്ടുന്നില്ല. സോ ദ കൈൻഡ് ഓഫ് മ്യൂസിക്സ് വിച്ച് ഈസ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റുള്ള മ്യൂസിക്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, ആ മ്യൂസിക്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, യു ഹാവ് ടു ഇമാജിൻ. എന്താണ് ഇമാജിൻ ചെയ്യേണ്ടത്? ഞാൻ പറയാം. ഈ ഇമാജിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ബേൺ ഒരു ഞാൻ പറഞ്ഞല്ലോ, ആ മീനിങ് വെക്കുക. വെറുതെ ഞാൻ സയൻറ്റിഫിക്കായ റീസൺസ് എടുക്കുന്നില്ല, അതിന് പിന്നെ പുലിവാലാവും. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു മീനിങ് നിങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം, ഒരു കൈൻഡ് ഓഫ്
അഫർമേഷൻ പോലെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ട്രിക്ക് പോലെയാണ്. നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് എന്തൊക്കെ കിട്ടുന്നതിൻ്റെ കമൻറ്റിൽ ഫീഡ്ബാക്ക് ആയിട്ടും പറയാം. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഡാൻസ് ചെയ്യാണ്, അല്ലോ സോറി തെറ്റിപ്പോയി. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് പാട്ട്. ആ പാട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ ജസ്റ്റ് യു ആർ ഇമാജിനിങ് ഐ വിൽ ഗോ, എൻ്റെ ലൈഫിൽ ഞാൻ ഇനി മുന്നേറും. ഇതൊക്കെ നിങ്ങൾ ആക്ച്വലി പറയല്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നതും, നിങ്ങൾ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതും. നിങ്ങളിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ സോറി ഞാൻ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മോട്ടിവേഷനിലായിരിക്കല്ലേ, ആ സമയത്ത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ടൈമിൽ ഭയങ്കര സാഡായിരിക്കുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുകയാണ് നിങ്ങളുടെ മൈൻഡിൽ. ഇത് ഞാൻ ഒന്നുകൂടി പറയാം, ഇത് എന്താ പറയുക, മെലാറ്റീവ് ഡ്രീമിങ്ങോ അങ്ങനെ എന്തിട്ടുണ്ട് ഇതിന്, സയൻസിൽ അങ്ങനെ പറയും, മെലാറ്റീവ് ഡ്രീമിങ്. എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല എനിക്കത്. ഒരു കൈൻഡ് ഓഫ് ഡ്രീമിങ് ആണ്. സോ അതല്ല ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇംപ്ലിമെൻ്റ് ആണ്. ഇതൊരു കൈൻഡ് ഓഫ് തെറാപ്പി പോലെയാണ്. തെറാപ്പി എന്നതിന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യും. ബട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും മെഡിക്കൽ ഒരു അഡ്വൈസ് അല്ല തരുന്നത്, ഒരിക്കലുമല്ല. കാരണം ഞാൻ അതിനൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നേടിയ വ്യക്തിയൊന്നും അല്ല. ഇൻസ്റ്റീഡ് എൻ്റെ എക്സ്പീരിയൻസ്, ഒരാളുടെ എക്സ്പീരിയൻസ് എത്ര വാല്യൂ എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള എനിക്ക് മനസ്സിലായ കാര്യമാണ്. സോ ജസ്റ്റ് ഡാൻസ് ഈസ് ലൈക്ക് നമ്മൾ വലിയ വലിയ പ്രൊഫഷണൽ ഡാൻസേഴ്സിൻ്റെ പോലെ ഡാൻസ് എന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നാച്ചുറൽ മറ്റ് സാധാ ഡാൻസ് അല്ല. ഇവിടെ ഡാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് മൂവ്മെൻ്റ് ആണ്. ഡാൻസ് എന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻ്റ് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ആ ഒരു റൂമിലാണെങ്കിൽ ഒരു ഹാളിലാണെങ്കിൽ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്യുക നിങ്ങളുടെ ലെഗ്സ് കൊണ്ട്. ജസ്റ്റ് സാധാ ഒരു മണ്ടണമാർ അല്ലെങ്കിൽ ഓടുന്നമാർ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. ആ ഓടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടായിരിക്കണം. ഈ മ്യൂസിക് നിങ്ങളുടെ ഫോണിൽ പ്ലേ ആയിരിക്കണം. സോ നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങണം നിങ്ങൾ ആക്ച്വലി നല്ലൊരു വ്യക്തിയാവുന്നത്, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്, നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത്, നിങ്ങൾ അതിനോട് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ പല ഇമാജിൻസ് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ നല്ല വ്യക്തിയാവും, നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ സ്നേഹിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ കൊണ്ടുവരിക. സോ ദിസ് ടൈം നിങ്ങളുടെ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, മറ്റൊരു കാരണങ്ങൾ ഇത് നിങ്ങളെ മെൻ്റലായിട്ട് സ്ട്രോങ് ആക്കും, വളരെയധികം സഹായിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്, ഒരു ജസ്റ്റ് നിങ്ങളുടെ ഗേൾ നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ജസ്റ്റ് ലൈഫ് മുന്നേറും. ഇത് ജസ്റ്റ് തിങ്ക് ചെയ്യല്ല, ജസ്റ്റ് ഇമാജിൻ പ്ലസ് മൂവ്മെൻറ്റ് പ്ലസ് എന്താ പറയുക മ്യൂസിക്. ഇത് മൂന്നും പാടെ മിക്സ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സയൻസിൻ്റെ 1 or 2 ഭാഗമൊക്കെ ആയിരിക്കും പറയാം, പക്ഷേ അതിൻ്റെ വിത്ത് ഈസ് 3 കാര്യങ്ങളാണ്. വൺ ഈസ് മ്യൂസിക്, ഫോണിൽ എന്താ ഇവിടെ ഫോണിൽ നിങ്ങളുടെ ഫേവറേറ്റ് മ്യൂസിക് പ്ലേ ആയിരിക്കണം. സെക്കൻഡ് ഈസ് ആക്ച്വലി മൂവ്മെൻറ്റ്, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കണം, ചെറുതായിട്ട് മണ്ടിക്കൊണ്ടിരിക്കണം, അത് സർക്കിളായിട്ട് മണ്ടിക്കൊണ്ടിരിക്കണം, അത് വട്ടത്തിൽ മണ്ടിക്കൊണ്ടിരിക്കണം പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സർക്കിളായിട്ട് മണ്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ യു ഹാവ് ടു ഇമാജിൻ, നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു പ്രോബ്ലംസ് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ മൈൻഡ് സെറ്റ് ഉണ്ടാകും, ഞാൻ എന്നാലും ഇത് മുന്നോട്ട് പോകും, ഇത് ലൈഫിൽ ഒരു പുത്തിരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് കൈൻഡ് ഓഫ് ഇത് നിങ്ങളെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യും കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ആഫ്റ്റർ നിങ്ങൾക്ക് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഫീൽ ചെയ്യും. തുടക്കക്കാരാകുമ്പോൾ ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരുപാട് കാലം ചെയ്യുന്ന സമയത്ത്, ഞാൻ ഓൾറെഡി അതിനെ ഒരുപാട് കാലം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഒരുപാട് കാലം ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോട്ടിവേഷന് പകരം നിങ്ങളിത് അഡിക്റ്റ് ആവും. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ഒന്നുകൂടി പറയാം, ഇതൊരു കൈൻഡ് ഓഫ് ഇതിന് നല്ല വശങ്ങളുണ്ടെങ്കിലും ബാഡ് ആയിട്ടുള്ള വശങ്ങളുണ്ട്. നിങ്ങൾക്ക് അഡിക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്, മനസ്സിലായോ? കാരണം പിന്നെ നിങ്ങൾ മൊത്തം ഫാൻറ്റസിയിൽ എസ്കേപ്പ് ആവുന്ന പോലെ ആയിരിക്കും. ഞാൻ പറയുന്നത് ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഫാൻറ്റസിയാണ്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഫാൻറ്റസി ആണെങ്കിൽ കൂടെ ഇത് നമ്മളെ മനസ്സിനെയും കാരണം നമ്മുടെ മനസ്സിന് ബ്രെയിൻ ഇമാജിനേഷനും റിയാലിറ്റി പറയാൻ തിരിച്ചറിയാൻ കഴിവില്ല എന്നാണല്ലോ കേൾക്കുന്നത്. സോ അത് മോസ്റ്റ്ലി നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോപ്പമൈൻസ് നമ്മുടെ ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ആവും. സോ ഈവൻ നമ്മൾ ഇത് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കത് ടെമ്പററായിട്ട്, ഞാൻ പറയുകയാണെങ്കിൽ ഒരു ടെമ്പററായിട്ട്, എനിക്ക് എത്ര നേരം അത് ലീഡ് ചെയ്യുമെന്ന് പറ്റി പറയില്ല, നല്ല കൈൻഡ് ഓഫ് നമുക്കൊരു റിലീഫ് കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ ഇതിന് ഒന്ന് മെൻ്റലി സ്ട്രോങ് ആകാൻ വേണ്ടി ഉപയോഗിക്കും, മറ്റൊന്ന് ഇത് ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഫീലിങ്സ് പ്രോസസ്സ് ചെയ്യാനത് ഉപയോഗിക്കാം, നമ്മുടെ ഇമോഷൻസൊക്കെ പ്രോസസ്സ് ചെയ്യാനത് ഉപയോഗിക്കാം.
ഓക്കെ, നമ്മുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കാം. മൂന്നാമത്തെ കാര്യം, ഇത് ഇസ് അഡ്വാൻസ്ഡ് തിങ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ മോസ്റ്റ്ലി നമ്മളിപ്പോൾ ടെക്നോളജിനെ കുറിച്ച് പഠിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ എലോൺ മസ്ക് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു എക്സ്ട്രാ എക്സാമ്പിൾ ഉണ്ട്. എലോൺ മസ്ക് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക, ന്യൂറോൺസിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയാളൊരു കുറച്ച് അതിനെക്കുറിച്ച് റീഡ് ചെയ്തു. എന്നിട്ട്